ഇവിടെ സ്ത്രീകളെ മാത്രമല്ല ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, ഇവിടെ സ്റ്റുഡൻസിനെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസിനെയും അല്ല, ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് അതുപോലെ ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻസിനെയാണ്. ആസാമിലും BJP ജയിക്കും. ബീഹാറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അതേ സ്ട്രാറ്റജിയാണ് ആസാമിലേക്കും എടുക്കുന്നത്. ഫോക്കസ് ചെയ്യുന്നത് വിമൻസിനെയും അതിൻ്റെയോടൊപ്പം സ്റ്റുഡൻസിനെയുമാണ്. നമുക്കറിയാം ബീഹാർ അസംബ്ലി ഇലക്ഷന്റെ 2025 ബീഹാർ അസംബ്ലി ഇലക്ഷന് മുൻപായി 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പല റിപ്പോർട്ടുകളും പറയുന്നത് 75 അല്ല, അത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 1.4 to 1.5 crore ആക്കി അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വുമൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഫണ്ട് ലഭിച്ചിട്ടുണ്ട് 10,000 രൂപ. അത് മാത്രമല്ല, ഇത് സ്ത്രീകൾക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അല്ല, പല റിപ്പോർട്ടുകളും പറയുന്നത് മെന്നിനും കിട്ടിയിട്ടുണ്ട്, പുരുഷന്മാർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ ഡയറക്ട്ലി CM തന്നെ, നിതീഷ് കുമാർ തന്നെ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ ഫണ്ടൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആഫ്റ്റർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതുവരെ അതിനെക്കുറിച്ച് ഒരു സംസാരവുമില്ല. ഇവിടെ ചോദിക്കുന്നത് ബീഹാറിലുള്ളത് ഏകദേശം 4 കോടിയിലധികം സ്ത്രീകളാണ്. അപ്പോൾ ഈ 1.5 കോടി സ്ത്രീകൾക്ക് മാത്രമാണോ ഇത് ലഭിച്ചിട്ടുള്ളത്? അല്ല, 4 കോടിയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ, 1.5 കോടിയിൽ കൂടുതൽ സ്ത്രീകൾക്ക് ഈ പണം ലഭിച്ചിട്ടുണ്ടോ? ആർക്കറിയാം. സർക്കാർ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാനാകുകയുള്ളൂ. കാരണം നമുക്കറിയാം BJPയുടെ പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞ് പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളത് 10,107 കോടി രൂപയാണ് പാർട്ടി ഫണ്ടായി BJP കാണിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് എടുത്ത് ചെലവാക്കിയാലും നഷ്ടമൊന്നുമില്ല, ഭരണം കിട്ടുമല്ലോ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള 75 ലക്ഷം ആളുകൾക്കാണോ അല്ലെങ്കിൽ 1.5 crore ആളുകൾക്ക് മാത്രമാണോ ഈ ഒരു പണം കിട്ടിയിട്ടുണ്ടാവുക? അല്ല, ബാക്കിയുള്ളവർക്കും ലഭിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ളവർ ലഭിച്ചാൽ അവരെന്ത് വിചാരിക്കും? അവരും ആ ഒരു 75 ലക്ഷം പേരിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെന്നാണ്. കാരണം ആരും കംപ്ലൈന്റ് ആയിട്ടൊന്നും പോവില്ല. കാരണം കിട്ടുന്നത് പണമാണ്, 10,000 രൂപയാണ് വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലൈന്റുമായി ആരും പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും ആർക്കറിയാം. ഇനി നമുക്ക് ആസാമിലേക്ക് പോവാം. ആസാമിലെ പുതിയ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ ആസാമിലെ CM പറഞ്ഞിട്ടുള്ളത് 75 ലക്ഷം വിമൻസിന് ഫെബ്രുവരി 20 ആകുമ്പോഴേക്കും അവരുടെ അക്കൗണ്ടിലൊക്കെ 8,000 രൂപ ഇടുമെന്നാണ്. അതുമാത്രമല്ല, ഇവിടെ സ്റ്റുഡൻസിനെയും കൂടി ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കാം. ആദ്യം നമുക്ക് വിമൻസിന്റെ നോക്കാം. സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളത് 8,000 രൂപയാണ്. ഈ 8,000 രൂപ എന്ന് പറയുന്നത് ഒർണോഡിയോ സ്കീം, സ്റ്റേറ്റിന്റെ ഒരു ഒർണോഡിയോ സ്കീം എന്ന് പറഞ്ഞാൽ അതിൽ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ 8,000 രൂപ കൊടുക്കുന്നത്. ഈ 8,000 രൂപ എന്ന് പറയുന്നത്, അതിൽ 5,000 രൂപ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് പേയ്മെന്റ്, അതായത് 1,250 രൂപ വെച്ചിട്ട് മന്ത്ലി കൊടുക്കുന്ന, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കൊടുക്കുന്ന ഈ ഒരു സ്കീം പ്രകാരം കൊടുക്കുന്ന അതിന്റെ അഡ്വാൻസ് ആയിട്ട് 5,000 രൂപ കൊടുക്കുന്ന എന്നാണ് CM പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലെ 3,000 രൂപയും. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇലക്ഷൻ ആണ് വരുന്നത്. ഇലക്ഷൻ മാർച്ച്, ഏപ്രിലാണ് ഏകദേശം ഇലക്ഷൻ വരിക. അപ്പൊ ആ സമയം ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഫണ്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് തരുന്നത് എന്നാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്കീം പ്രകാരം കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ ഇതിന് ഒരു ഡിസ്റപ്ഷനും വരില്ല. ഇത് റെഗുലർ ആയിട്ട് പോകുന്ന ഒരു ഫണ്ട് ആയതുകൊണ്ട് തന്നെ അത് അതിന്റെ മുറ പോലെ നടക്കും. പക്ഷേ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വെറും 1,250 രൂപയാണ് മന്ത്ലി പോകുന്നത് ഒരു സ്ത്രീക്ക്. എന്നാൽ ഇതിപ്പോൾ കൊടുക്കുമ്പോൾ ഫെബ്രുവരിയിൽ 8,000 രൂപ, ഇലക്ഷന്റെ തൊട്ട് മുൻപ് 8,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അവർക്ക് അത് ഹാപ്പിയായി അവർ വോട്ട് ചെയ്യും. നമുക്കറിയാം, പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തിട്ട് വോട്ട് വാങ്ങിക്കുന്നത് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് ആ ഇല്ലീഗൽ ആയിട്ടുള്ള വോട്ട് പർച്ചേസിങ് ലീഗലാക്കി മാറ്റുകയാണ് ഇവിടെ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളെ മാത്രമല്ല ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, ഇവിടെ സ്റ്റുഡൻസിനെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസിനെയും അല്ല, ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് അതുപോലെ ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻസിനെയാണ്. ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻസിന് 1,000 രൂപ പെർ മന്ത് വെച്ച് കൊടുക്കാനും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ബോയ്സ് സ്റ്റുഡൻസിന് 2,000 രൂപ പെർ മന്ത് വെച്ചിട്ട് കൊടുക്കാനുമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇത് അവരുടെ ഫർദർ എഡ്യൂക്കേഷന് ഒരു സഹായകരമാക്കിയിട്ടുള്ള ഒരു സ്കീം അല്ലെങ്കിൽ പദ്ധതിയാണെന്നാണ് CM പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി, ഇപ്പോഴാണോ അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റഡും ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളത്? ഇതിന് മുൻപ് ഉണ്ടായിരുന്നില്ലേ? അവർ ഫ്യൂച്ചർ ഫർദർ എഡ്യൂക്കേഷന് പോയില്ലേ? ഈ ഇലക്ഷന്റെ തൊട്ട് മുൻപ്, ഒരു മാസം മുൻപ് ആണോ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല? മാർച്ചിലോ ഏപ്രിലോ ആയി ആ ഇടയിൽ ഇലക്ഷൻ നടക്കുന്നതാണ് ആസാമിൽ. അപ്പോൾ അതിന്റെ തൊട്ട് മുൻപാണോ
ഇവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റിനും അതുപോലെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും ഒക്കെ ഇതുപോലെ ഫണ്ടിങ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 1000 രൂപ പെർ മന്ത് കൊടുക്കുമെന്നാണ്. എന്നാൽ അതേസമയം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻസ് അത് ബോയ്സ് സ്റ്റുഡൻസിനാണ്, ഗേൾസ് എന്ന് പറഞ്ഞില്ല, അത് വ്യക്തമായി പറയുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ബോയ്സ് സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, 2000 രൂപ പെർ മന്ത് വെച്ചിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടുണ്ട്. അതെന്തുമാവട്ടെ, ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ രാജ്യത്ത്, ഇലക്ഷൻ കമ്മീഷൻ. ഒരു രാജ്യത്ത് ഡെമോക്രസി കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തിയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ വ്യക്തിയാണ് ഇതൊക്കെ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത്. ഇല്ലീഗൽ ആയിട്ടുള്ള വോട്ട് പർച്ചേസിംഗ് ആണ് ഇവർ ലീഗലായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇലക്ഷന്റെ തൊട്ട് മുൻപാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കരുത് ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോൾ ആസാമിലെ ടോട്ടൽ ഫീമെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1,52,00,000 പേരാണ് ഫീമെയിൽ, സ്ത്രീകളായിട്ടുള്ളത്. ഇതിൽ എത്ര പേർക്ക്, ഈ 37 ലക്ഷം പേർക്ക് മാത്രമാണോ ഈ ഫണ്ടിന് ലഭിക്കുക? അല്ല, ഇതും എക്സ്പാൻഡ് ചെയ്യുമോ? ബീഹാറിൽ ചെയ്ത പോലെ, ബീഹാറിൽ 75 ലക്ഷമാണ് വർക്കുള്ളത്. പക്ഷേ റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം 1.5 കോടിയോളം സ്ത്രീകൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി ആസാമിലും ഇതുപോലെ സംഭവിക്കുമോ? ഇതിലും ചോദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിലൊക്കെ നിർത്തലാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷെ ആ ഇലക്ഷൻ കമ്മീഷൻ മിണ്ടാട്ടമില്ല. ഒരുപാട് പേര് പറയുന്നത് കേൾക്കാം, ഡെമോക്രസി ഈസ് അണ്ടർ അറ്റാക്ട് എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഡെമോക്രസി ഇപ്പോൾ ഉണ്ടോ ഇന്ത്യയിൽ? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നുണ്ടോ ഇന്ത്യയിൽ? കാരണം ഡെമോക്രസി ഉണ്ടെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടി ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം നൽകണം. അത് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ നമ്മളുടെ ഭരിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നാലും ശരി. പക്ഷേ നൽകുന്നുണ്ടോ? പല ചോദ്യങ്ങൾക്കും ഗവൺമെന്റ് പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഇലക്ഷനെ തന്നെ ചോദ്യം ചെയ്യുന്നു ഒപ്പോസിഷൻ വിത്ത് ഒരുപാട് എവിഡൻസ് വെച്ചിട്ട്. പക്ഷേ അതിനും ഉത്തരം നൽകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഡെമോക്രസി ഉണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.